അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. പഞ്ചമഹാശാസ്താക്ഷേത്രങ്ങളുടെ പ്രസക്തിയും പ്രൗഢിയും അതിൻ്റെ ഐതിഹ്യവുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അച്ചൻകോവിൽ, ആര്യങ്കാവ് ശാസ്താക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്തത് 53-ാമത് എപ്പിസോഡാണ്. 53-ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തെ പുരസ്കരിച്ചാണ്. കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ബാലശാസ്താവാണ്. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ്. കുളത്തൂപ്പുഴയിലെ ബാലകനെ എന്ന ഗാനം കേട്ടിട്ടില്ലാത്തവർ ഉണ്ടാവാൻ വഴിയില്ല. അവിടുത്തെ ധർമ്മശാസ്താവിനെ വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം ചെങ്കോട്ട റൂട്ടിൽ കല്ലടയാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറ്റിൽ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ മൂലക്ഷേത്രം നശിച്ചുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്ന് നശിച്ച മൂലക്ഷേത്രങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പല ശിലകളിൽ ഈ ക്ഷേത്രത്തിലെയും വിഗ്രഹം കല്ലടയാറിൻ്റെ തീരത്ത് എവിടെയോ പോയി അടിഞ്ഞു കൂടിയിരുന്നു. ഒരിക്കൽ കൊട്ടാരക്കരയിലെ നാട്ടുപ്രമാണിമാരായ കുറുപ്പന്മാർ തീർത്ഥാടനത്തിന് പോകവേ ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള അടുപ്പ് കൂട്ടുന്നതിന് ഈ ശില തകർത്തെന്നും എട്ടായി മുറിഞ്ഞ ശിലയുടെ മുറിപ്പാടുകളിൽ നിന്ന് രക്തം സ്രവിക്കുകയും ചെയ്തത്രേ. ദേവചൈതന്യം മനസ്സിലാക്കിയ കുറുപ്പന്മാർ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും എട്ടായി നുറുങ്ങിയ ഈ ശില തന്നെ ചെറിയ നൂൽക്കമ്പി കൊണ്ട് കെട്ടി യോജിപ്പിച്ച് പ്രധാന പ്രതിഷ്ഠയായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ പ്രതിഷ്ഠ. സഹ്യപർവ്വതത്തിലെ നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തിലെ വഴിപാട് മീനൂട്ടാണ് ഏറ്റവും പ്രധാനം. ഇതിനു പിന്നിൽ ഒരൈതിഹ്യമുണ്ട്. അതിസുഭകനും ബ്രഹ്മചാരിയുമായ ബാലശാസ്താവിനെ ഒരിക്കൽ ഒരു മത്സ്യകന്യക ആഗ്രഹിച്ചത്രേ. ബാലശാസ്താവ് മത്സ്യകന്യകയ്ക്ക് വാസസ്ഥലം ഒരുക്കി നൽകി. അതുകൊണ്ടാണ് മീനൂട്ട് ഇവിടെ പ്രത്യേകമായി ഉള്ളത്. ഇവിടെ വളരുന്ന മീനുകൾ ബാലശാസ്താവിൻ്റെ തോഴരെന്നാണ് സങ്കല്പം. തിരുമക്കൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇവയ്ക്ക് ഗോതമ്പും കടലയും ഭക്തർ ഭക്ഷണമായി നൽകുന്നു. ഇവിടെ നിന്നും മീൻ പിടിക്കാൻ അനുവാദമില്ല. ഏപ്രിൽ മാസത്തിൽ വിഷുവിനാണ് പ്രധാന ഉത്സവം. ഈ സമയത്താണ് ക്ഷേത്രക്കെട്ടിന് പുറത്തേക്ക് ഭഗവാൻ എഴുന്നള്ളുന്നത്. താരകബ്രഹ്മമായ ശ്രീധർമ്മശാസ്താവിനെ ബാലകരൂപത്തിൽ പ്രതിഷ്ഠിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രധാന വഴിപാടാണ് മീനൂട്ട്. തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട്, പാലോട്, മടത്തറ വഴിയും കൊല്ലത്ത് നിന്ന് ആയൂർ, അഞ്ചൽ അല്ലെങ്കിൽ പാരിപ്പള്ളി, പള്ളിക്കൽ വഴിയോ, പത്തനംതിട്ട അടൂരിൽ നിന്ന് പത്തനാപുരം, പുനലൂർ, അഞ്ചൽ വഴിയും തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോട്ട, ആര്യങ്കാവ് വഴിയും
ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കും. പഞ്ചമഹാശാസ്താക്ഷേത്രങ്ങളിൽ 3 ക്ഷേത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും. അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് സാക്ഷാൽ ശബരിമല ശാസ്താക്ഷേത്രമാണ്. ആ ശാസ്താക്ഷേത്രത്തെ കൂടി ഉള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടുന്നത് കാന്തമല ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും കൂടിയുള്ള വിശദീകരണം പങ്കുവയ്ക്കാം. തുലാം പകുതിയാകുമ്പോഴേക്കും ശബരിമല തീർത്ഥാടനത്തിൻ്റെ പമ്പമേളം ഓരോ ശബരിമല തീർത്ഥാടകരുടെയും ഉള്ളിൽ നിറയുന്നു. കഴിഞ്ഞ വർഷത്തെ തിക്കിൻ്റെയും തിരക്കിൻ്റെയും കാഠിന്യമോർത്ത് ഈ വർഷം ഒരു പക്ഷേ അയ്യപ്പ ദർശനത്തിന് എന്ന് പറഞ്ഞത്. പക്ഷേ എന്തായാലും ഈ വർഷം കൂടി പോകണമെന്ന് തീരുമാനിച്ചു. അനവധി അയ്യപ്പന്മാർ ഈ കാനന ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനു വേണ്ടി യാത്രയാകുന്നു. നാവിൽ ശരണമന്ത്രങ്ങൾ ഒഴുകിയെത്തുമ്പോൾ മനസ്സിൽ നിറയുന്നത് ശബരിമല ക്ഷേത്രവും അയ്യപ്പൻ്റെ മനോജ്ഞമായ തങ്കവിഗ്രഹവുമാണ്. കാലം അനവരതം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും കോടിക്കണക്കിന് ഭക്തർ ദർശനം നടത്തുന്ന ശബരിമല ക്ഷേത്രത്തിന് മാറ്റമില്ല. അരനൂറ്റാണ്ടിനിവിടെ ആകെ വന്നിട്ടുള്ള മാറ്റം എന്നത് ശ്രീകോവിൽ ചെമ്പുപാളി പാകി സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. 1125 മിഥുനത്തിൽ, അതായത് 1950 ജൂൺ ജൂലൈ മാസത്തിൽ തീവച്ച് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നിർവഹിച്ചത് 1126 ഇടവമാസം 4-ാം തീയതി അത്തം നക്ഷത്രത്തിലാണ്. പ്രതിഷ്ഠ നിർവഹിച്ചത് തന്ത്രിമുഖ്യൻ താഴമൺമഠം കണ്ഠരര് ശങ്കരവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ്. ശബരിമലയിൽ അന്ന് റെസിഡന്റ് എഞ്ചിനീയറായി ക്ഷേത്ര നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത് പ്രശസ്തനായ MKK നായരുടെ സഹോദരനാണ്. കെ മാധവൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 200-ലേറെ തൊഴിലാളികൾ രാവും പകലും ജോലി ചെയ്താണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്ന് കാണുന്ന ക്ഷേത്ര നിർമ്മാണത്തിന് ദേവപ്രശ്നം നോക്കിയത് പുലിയൂർ പുരുഷോത്തമൻ നമ്പൂതിരിയാണ്. തച്ചുശാസ്ത്ര വിദഗ്ധനായ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരി, തന്ത്രി താഴമൺമഠം കണ്ഠരര് ശങ്കരര് തുടങ്ങിയവരുമായി കൂടിയാലോചിച്ചാണ് മാധവൻ നായർ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. പഴയ ക്ഷേത്രത്തിൻ്റെ കണക്ക് 20 കോലും എന്നുള്ളതിൻ്റെ കണക്ക് 23 കോലുമാണ്. അഗ്നിബാധയ്ക്ക് മുൻപ് മാളികപ്പുറത്ത് പീഠപ്രതിഷ്ഠ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉപദേവാലയങ്ങൾ ഉണ്ടായിരുന്നില്ല. ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിന് മുമ്പിൽ നടപ്പന്തൽ, അഗ്നികോണിൽ തിടപ്പള്ളി, ക്ഷേത്രത്തിന് മുമ്പിൽ വലിയമ്പലം, അതിനു മുൻപിൽ ബലിക്കൽപുര, അതിൻ്റെയും മുമ്പിൽ ദീപസ്തംഭം എന്നിങ്ങനെ ദീപസ്തംഭത്തിന് ചേർന്ന് 18-ാം പടി. ഉപദേവതമാരായി ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ മഹാഗണപതി ക്ഷേത്രം, വടക്കു പടിഞ്ഞാറേ മൂലയിൽ വെളിയിലായി മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രം, അതിൻ്റെയും ചുറ്റുമതിലിന് വെളിയിൽ കൊച്ചുകടുത്തയുടെ ക്ഷേത്രം, അതിനും വെളിയിൽ നാഗരാജ പ്രതിഷ്ഠ, 18-ാം പടിക്ക് മുന്നിൽ ഇരുവശങ്ങളിലുമായി വലിയ കടുത്തസ്വാമിയും കറുപ്പസ്വാമിയും, അതിനു മുന്നിൽ കിഴക്കുമാറി വാവർ സ്വാമിയും പുനർനിർമ്മാണത്തിൽ ഉൾപ്പെടുകയായിരുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചത് ചെങ്ങന്നൂരിലെ തട്ടാവിള സഹോദരന്മാരായ നീലകണ്ഠ പണിക്കരും അയ്യപ്പ പണിക്കരും ചേർന്നാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ വച്ചായിരുന്നു വൃതാനുഷ്ഠാനത്തോടെയുള്ള വിഗ്രഹ നിർമ്മാണം. തെങ്കാശി, ചെങ്കോട്ട, നാഗർകോവിൽ, പുളിയങ്കുടി, മധുര മുതലായ സ്ഥലങ്ങളിൽ നിന്ന് കരിങ്കൽ തൊഴിലാളികളെ കൊണ്ടുവന്നു. ഈ കരിങ്കൽ പണിയിൽ വളരെ വിദ്വാൻമാരായിരുന്നു വന്നവരെല്ലാവരും. 200ഓളം തൊഴിലാളികൾ എഞ്ചിനീയർ മാധവൻ നായരുടെ നേതൃത്വത്തിൽ രാവും പകലും തുടർന്ന ജോലിയാണ് ഫലപ്രാപ്തിയിൽ എത്തിയത്.
മേൽക്കൂരയ്ക്കാവശ്യമായ തടി കോട്ടയത്ത് നിന്നാണ് എത്തിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതത്ര സാധ്യമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പാച്ചിമേട്ടിൽ വഴിക്ക് ഇരുപുറവും നിന്നിരുന്ന തേക്ക് നടി വെട്ടിയെടുത്ത് ഈ തടികൾ ദർശനത്തിനെത്തിയ ഭക്തരാണ് ചുവന്നെത്തിച്ചത്. സായുധരായ റിസർവ് പോലീസ് കാവൽ നിന്നു. ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമുള്ള കൃഷ്ണശില പാണ്ടിത്താവളത്തിൽ നിന്ന് കണ്ടെത്തി. അവ മുറിച്ചെടുക്കാനും ഇന്നത്തെ പോലുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. യന്ത്രസാമഗ്രികളും ഒന്നും ലഭ്യമല്ല. എന്നിട്ടും അവർ ഒത്തൊരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ആ പ്രവൃത്തി പൂർത്തിയാക്കി. 1951 ആണ്ടിൽ ജൂൺ മാസം അത്തം നാളിൽ പ്രതിഷ്ഠ പൂർത്തിയായി. ഭട്ടബന്ധം പൂണ്ട ചിന്മുദ്രാങ്കിതമായ യോഗസമാധിപ്പൊരുൾ എന്നാണ് ശബരീശൻ്റെ ഖ്യാതി. പരശുരാമനാൽ പ്രതിഷ്ഠിതമായതോ എന്നും അഗസ്ത്യമുനിയാൽ പൂജാ സംവിധാനങ്ങൾ കൽപ്പിച്ചതെന്നും ഐതിഹ്യം. എരുമേലി, കാളകെട്ടി, അഴുത, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം വഴി പമ്പയിൽ എത്തുന്നു. 45 കിലോമീറ്റർ ദൂരം ഉള്ളതാണ് ഈ പരമ്പരാഗത വഴി. കുമളി, ചെങ്കര എസ്റ്റേറ്റ്, ഉപ്പുപാറ, പാണ്ടിത്താവളം വഴിയുള്ള കാട്ടുപാതയും പരമ്പരാഗത പാതയാണ്. 1959-60 മണ്ണാറക്കുളഞ്ഞിയിൽ നിന്നും ചാലക്കയം വഴി KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ചാലക്കയം പ്ലാപ്പള്ളി വരെ സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രവും തിരുമുറ്റവും തറനിരപ്പിൽ നിന്നും 25 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. സന്നിധാനം എന്നാൽ ശബരിമല ക്ഷേത്രം എന്ന് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ശബരിമലയ്ക്ക് ചുറ്റുമുള്ള പഞ്ചായത്തുകൾ നാം അറിഞ്ഞിരിക്കേണ്ടതും ഓരോ പഞ്ചായത്തിലും ചുരുങ്ങിയത് 100 പേർ വീതം ഉൾക്കൊള്ളുന്ന ഒരു അയ്യപ്പ ഭക്തസംഘം ഏതടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തക്ക രൂപത്തിൽ ഉതകുന്ന തരത്തിലുള്ള ഒരു ഭക്തസംഘത്തിന് രൂപം നൽകേണ്ടതാണ്. 11 പഞ്ചായത്തുകളാണ് ശബരിമല സന്നിധാനത്തെ ചുറ്റി നിൽക്കുന്നത്. അവ റാന്നി, അങ്ങാടി, പഴവങ്ങാടി, പെരുന്നാട്, വെച്ചൂച്ചിറ, അത്തിക്കയം, നാറാണംമൂഴി, ചിറ്റാർ, സീതത്തോട്, പീരുമേട്, വണ്ടിപ്പെരിയാർ എന്നിവയാണ്. സന്നിധാനത്ത് ആദ്യം വൈദ്യുതി എത്തിയത് 1969-70 കൊടുങ്കാട്ടിൽ കൂടി 16 കിലോമീറ്റർ ലൈൻ വലിച്ചാണ് അയ്യപ്പന് വൈദ്യുതി നൽകിയത്. 1950-51 സന്നിധാനത്ത് ജലവിതരണ പദ്ധതി ആരംഭിച്ചു. കുന്നാറിൽ നിന്നും വെള്ളം സ്വയം ഒഴുകി എത്തുന്ന സംവിധാനമാണ് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയത്. 1939 തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഇളമുറത്തമ്പുരാൻ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ രാജകുടുംബത്തിൻ്റെ സന്ദർശനവും ശബരി ദർശനവും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയായ ഇളമുറത്തമ്പുരാൻ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ അന്ന് ക്യാമറയിൽ ആക്കിയ ശബരിമലയുടെ ചിത്രം ലോക പ്രശസ്തമായി തീർന്നു. അമ്മ മഹാറാണി സേതുപാർവതിഭായി, ജ്യേഷ്ഠൻ മഹാരാജ ചിത്രതിരുനാൾ ബാലരാമവർമ്മ, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ഈ തീർത്ഥാടക സംഘത്തിൽ ഉണ്ടായിരുന്നു. വളരെ ചെറിയ ക്ഷേത്ര സമുച്ചയത്തിന് 18 പടികളുണ്ടായിരുന്നു. എങ്കിലും മുൾക്കാടുകൾക്കിടയിലായിരുന്നു ക്ഷേത്രവും പരിസരവും. തുലാമാസം 30 നട തുറക്കുമ്പോൾ ഭസ്മാഭിഷിക്തനായി യോഗനിദ്രയിലായിരിക്കുന്ന ഭഗവാനെയാണ് ദർശിക്കുവാൻ സാധിക്കുക. പിറ്റേ ദിവസം വൃശ്ചികം 20 മണ്ഡലകാലം ആരംഭം. അതുമുതൽ നെയ്യഭിഷേകം ആരംഭിക്കുന്നു. നെയ്യഭിഷേകം കഴിഞ്ഞതിന് ശേഷം അഷ്ടാഭിഷേകം, കളഭാഭിഷേകം, പുഷ്പാഭിഷേകം തുടങ്ങിയ വിവിധങ്ങളായ അഭിഷേകത്താലും പൂജിക്കുന്നു. തിരുമുറ്റത്തെ ആഴിയിൽ അഹങ്കാരം ആളിക്കത്തി എരിയുകയാണ്. 18-ാം പടിക്ക് ഇരുവശവും നാളികേരം ഉടയുന്നു.
രാത്രി എന്നില്ല പകലെന്നില്ല അയ്യപ്പന്മാർ ഒഴുകിയെത്തുകയാണ് ഇങ്ങോട്ടേക്ക്. രാത്രിയിൽ ഹരിവരാസനം എന്ന അപൂർവമായ അനുഭവം, മണ്ഡലപൂജ വേളകളിൽ തങ്കയങ്കി അണിയുന്ന ഭഗവാൻ മകരവിളക്കിന് ലോകപ്രശസ്തമായ തിരുവാഭരണം ചാർത്തുന്നു. മകരസംക്രമസന്ധ്യ തിരുവാഭരണ ഘോഷയാത്രയുടെ രാജകീയ വരവ്, മാനത്ത് നക്ഷത്രവും കൃഷ്ണപ്പരുന്നും, ഇതുതന്നെ ശബരിമല. അയ്യപ്പ ഭക്തരുടെ സജീവ ശ്രദ്ധയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സന്നിധാനത്ത് തിക്കും തിരക്കും ഏറെ വർദ്ധിച്ചിരിക്കുന്നു. ഇരുമുടിയുമായി വരുന്ന ഏതൊരു സ്വാമി ഭക്തനും ഒരു കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കണം. തങ്ങളുടെ ഇരുമുടികളിൽ യാതൊരു കാരണവശാലും 1 ഗ്രാം പോലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഗണപതി ഒരിക്കലായാലും ശർക്കര പ്ലാസ്റ്റിക് കൂട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ അവലും മലരും പ്ലാസ്റ്റിക് കൂടുകളിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളത് വാങ്ങാതിരിക്കാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും നമ്മുടെ ഇരുമുടിക്കകത്ത് 1 ഗ്രാം പോലും പ്ലാസ്റ്റിക് ഇല്ല എന്ന വസ്തുത ഉറപ്പുവരുത്തുക. ഉണ്ടാകാൻ സാധ്യതയുള്ള 2 കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ. ഒന്ന്, ഒരു ചെറിയ കുപ്പി തേനും ഒരു ചെറിയ കുപ്പി പനിനീരും കെട്ടുനിറയ്ക്കുന്നവർ കൊണ്ടുവരണമെന്ന് നിർബന്ധിച്ച് വാങ്ങുന്ന കടകളിൽ നിന്ന് അവർ കെട്ടിയേൽപ്പിക്കാറുണ്ട്. ആ പനിനീരും തേനും വാങ്ങാതെ അവർക്ക് വീണ്ടും മുതൽക്കൂട്ടാകാനായിട്ട് ശ്രമിക്കേണ്ട. അത് വാങ്ങുക, അത് നമ്മൾ കെട്ടുനിറയ്ക്കുന്നിടത്ത് വെച്ച് തന്നെ അവസാനിപ്പിക്കുക. എങ്ങനെയെന്നാൽ പനിനീര് നിങ്ങൾ വരുന്നവർക്ക് കൊടുക്കാൻ തയ്യാറാക്കുന്ന കളഭം അലിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പനിനീർ കുപ്പി നമുക്ക് ഓൺ ദ സ്പോട്ട് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ തേൻ നമുക്ക് നമ്മൾ വഴിപാടിനു വേണ്ടി നേദ്യത്തിനു വേണ്ടി തയ്യാറാക്കുന്ന ത്രിമധുരത്തിൽ ചേർക്കുക. അപ്പോൾ തേൻ കുപ്പിയും നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അവരവരുടെ കയ്യിൽ 1 ഗ്രാം പോലും പ്ലാസ്റ്റിക് ഇല്ല എന്നുള്ള വസ്തുത ഉറപ്പാക്കുക. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് കൊണ്ടുവരില്ല എന്ന് ഉറപ്പ് വരുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വ്യക്തമാക്കാനുള്ളത്, നിങ്ങൾ കുടിക്കാൻ ഒരു ഗ്ലാസ് കരുതണം. ആ വെള്ളം ശുദ്ധജലമാണ് തരുന്നത്, മെഡിക്കേറ്റഡ് വാട്ടറാണ് തരുന്നത് എന്നെല്ലാം പറയും. അത് പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളിലോ അതേപോലെ തന്നെ പേപ്പർ ഗ്ലാസ്സുകളിലോ കുടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോ സ്റ്റീൽ ഗ്ലാസ് കയ്യിൽ കരുതിയിരുന്നാൽ അതിൽ വെള്ളം കുടിക്കാനായിട്ട് സാധിക്കും. അത് ശബരിമല തീർത്ഥാടകൻ്റെ അവകാശമാണ് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഒരു ഗ്ലാസും, അതേപോലെ തന്നെ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് തയ്യാറാക്കിക്കൊണ്ട് ഒരു സ്റ്റീൽ പ്ലേറ്റും കൂടി കയ്യിൽ കരുതുക. ഈ 2 കൂട്ടം സാധനങ്ങൾ മറക്കാതിരിക്കുക. അത് ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് തയ്യാറാകുക. നമ്മുടെ കൈ കൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സോ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കോട്ടഡ് പ്ലേറ്റോ പമ്പയിലോ സന്നിധാനത്തോ ഉപേക്ഷിക്കപ്പെടാൻ ഇടവരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ശബരിമല സന്നിധാനത്തിൽ നമ്മുടെ കൈ കൊണ്ട് 1 ഗ്രാം പ്ലാസ്റ്റിക് പോലും എത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഓരോ അയ്യപ്പ ഭക്തൻ്റെയും കരണീയമായ കാര്യം. അത് ചെയ്യുന്നതിന് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹാശിസുകൾ നിങ്ങൾക്കുണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുർ വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ.
കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.